ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഞായറാഴ്ചയല്ലേ, അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുമെന്ന് വിചാരിച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അതാട്ടോ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി എന്താണ് അവസ്ഥ എന്ന് അറിയണമല്ലോ. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കള ചെന്നപ്പോൾ ആ ടിന്നുകളൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ 2 പാളി ജനലുണ്ട് കേട്ടോ. ആ ജനൽ ഇന്ന് തുറന്നിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പം പൂച്ചയൊന്നും കയറാത്തത് നന്നായി എന്തായാലും. അപ്പോൾ രാവിലെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചോറ് തിളപ്പിക്കാൻ വെച്ചതാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ ഞാൻ പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പുട്ടുപൊടി നനയ്ക്കുക കേട്ടോ. ഇത് അജ്മിയുടെ പുട്ടുപൊടി കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം നനച്ചിട്ട് മാറ്റി വെക്കണം, അപ്പം സെറ്റാവുള്ളൂ. അപ്പോൾ കുറച്ച് സോഫ്റ്റാവും. പുട്ട് കഴിക്കുമ്പോൾ നല്ല പൂ പോലെ ഇരിക്കും. പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞ പോലെ പൂ പോലത്തെ പുട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നനച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വരുമ്പം വിശക്കാണ്ട് എന്തെങ്കിലും കഴിക്കാം. ആദ്യത്തെ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് കഞ്ഞിയും പയറും അച്ചാറൊന്നും കിട്ടില്ലല്ലോ. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുമ്പോഴാണ് നമ്മുടെ പള്ളിയിൽ കഞ്ഞിയും പയറും അച്ചാറൊക്കെ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കുർബാനയ്ക്കല്ല പോണേ, ആദ്യത്തെ കുർബാനയ്ക്കാണ് പോണേ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വല്ലതും കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകണം. പിന്നെ ഞാൻ പല്ല് തേക്കും കേട്ടോ. അത്രയും പരിപാടി അടുക്കളയിൽ കഴിഞ്ഞപ്പോൾ പല്ല് തേക്കണം ഇപ്പോഴാട്ടോ. പല്ല് തേച്ചിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് വാർത്തിടാനുള്ളൊരു വഴി നോക്കുകയാണ്. ചോറ് വാർക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. പിന്നെ ആ ചെറിയ കലത്തിന് പറ്റിയൊരു അടപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ കുഞ്ഞാവയ്ക്കുള്ള പാലൊക്കെ തിളപ്പിച്ചു. പിന്നെ ഞാൻ പിള്ളേരും ചേട്ടനും കിടന്നുറങ്ങുവാണല്ലോ, അവരെ ചെന്ന് വിളിക്കാമെന്നാട്ടോ പറയണത്. പിന്നെ ഞാൻ അവരെ ചെന്ന് ഒന്ന് വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം തൊട്ട് വിളി തുടങ്ങിയാലാണ് ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോകുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നിലത്താട്ടോ കിടക്കാറ്. ഞാനും കുഞ്ഞാവയും മേളിൽ കട്ടിലേൽ ആ ബെഡ് ഇട്ടിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. ചേട്ടായും കുഞ്ഞാറ്റയും നിലത്താട്ട് കിടക്കണം. ഇവിടെ വേറെ അപ്പുറത്തെ മുറി നമ്മുടെ വാഷിംഗ് മെഷീനും തുണി അലക്കി ഇരിക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ഈ ഒരു റൂമേ ഉള്ളൂ. അപ്പോൾ ഈ റൂമിൽ ആ കട്ടിൽ ചെറുതാട്ടോ. അപ്പം ഞങ്ങൾക്ക് 4 പേർ കൂടി കിടക്കാൻ പറ്റില്ല. അപ്പം ഞാനും കുഞ്ഞാവയും മേളിൽ ബെഡിൽ കട്ടിലേൽ ബെഡ് ഇട്ടിട്ട് കിടക്കും. ഇവർ രണ്ടുപേരും നിലത്ത്, അങ്ങനെയായിട്ട് കിടക്കാറ്. പിന്നെ ഇന്നലെ ചേട്ടായി പരാതി പറഞ്ഞു, നിങ്ങൾ കട്ടിലേലും കിടക്കും, ഞാനും കുഞ്ഞാറ്റയും നിലത്താണ് കിടക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബെഡ് എടുത്ത് നിലത്തിട്ടിട്ട് നിലത്ത് കിടക്കണേ കേട്ടോ. നിലത്ത് കിടന്നതാണ്. പിന്നെ അവർ നോക്കിയിട്ട് വന്നപ്പോഴേക്കും പാല് പയ്യെ തിളച്ച് പൊങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ കുഞ്ഞാവയ്ക്കുള്ള പാലായിട്ടുണ്ട്. പിന്നെ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി റൂമിൽ പോയി കേട്ടോ. 4:30 തൊട്ട് 4:30 ആയപ്പോൾ തൊട്ട് അലാറം അടിക്കണേ. ചേട്ടായത് ഓഫ് ചെയ്ത് പിള്ളേരുടെ കൂടെ കിടന്നുറങ്ങും കേട്ടോ. പള്ളിയിൽ പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിളിക്കാൻ ചെന്നപ്പോൾ കുഞ്ഞാറ്റ ചേട്ടായുടെ കൂടെ ചങ്കത്ത് കയറി കിടപ്പുണ്ട്. കുഞ്ഞാവേനെ കിടത്താതിരിക്കാൻ വേണ്ടിയിട്ട് കയറി കിടക്കണേ കേട്ടോ. കുഞ്ഞാവയാണ് സാധാരണ ഇങ്ങനെ കിടക്കാറ്. അവൾക്ക് ഇഷ്ടമല്ല കുഞ്ഞാവ അങ്ങനെ കിടക്കണം. പിന്നെ ഞാൻ അവരെ വിളിച്ച് പൊക്കി കേട്ടോ. പിന്നെ അവരും എഴുന്നേറ്റുണ്ട്. പിന്നെ കുഞ്ഞാവേനെ ഞാൻ എഴുന്നേൽപ്പിച്ചു. കുഞ്ഞാവ രാവിലെ തന്നെ ഞാനിങ്ങനെ കളിപ്പിച്ച് ചിരിപ്പിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ആ ഉറക്കത്തിൻ്റെ ഒരു ഇതൊന്നും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞാവ എഴുന്നേറ്റപ്പോൾ ഞാൻ കുഞ്ഞാവേനെയും കൊണ്ട് ഒന്നും കൂടെ പുറത്തിറങ്ങി നോക്കിട്ടോ. വെട്ടവും വെളിച്ചമൊക്കെ വന്നോന്ന് അറിയണ്ടേ. അപ്പോൾ ചെറുതായിട്ട് വെട്ടമൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയി. 5:30 6 മണിയായിട്ടോ. ഈ ഒരു ടൈം 6 മണിയായി. അപ്പോൾ ചെറിയ വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കുളിക്കണം. ചുമയാണല്ലോ, അങ്ങനെ കുളിക്കണമല്ലോ. അമ്പായിയുടെ പാപ്പു മേടിക്കണ്ടേ, ഇപ്പോൾ കുളിക്കണ്ടേ. കുഞ്ഞാവിക്ക് ചെറിയ ചുമയുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലേ ക്ഷീണമൊക്കെ മാറി ഉഷാറായിട്ട് പള്ളിയിൽ ഇരിക്കുമല്ലോ എന്ന് ഓർത്തോട്ടോ. സാധാരണ പള്ളിയിൽ പോയാൽ കുഞ്ഞാവ് ഉറങ്ങാറില്ല. കുറച്ച്
ക്ഷീണമൊക്കെ മാറി കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉഷാറായിട്ട് ഇരുന്നോളും. അതുകൊണ്ടാട്ടോ ഞാൻ കുളിപ്പിക്കണേ. ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കണേ. വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുളിക്കാനിഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട്, ചുമയായതുകൊണ്ട് സീനാവുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി എന്തായാലും പള്ളിയിൽ പോവല്ലേ, അതുകൊണ്ട് ഞാൻ കുളിപ്പിക്കും കേട്ടോ. ചേട്ടായി കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ചേട്ടായി പല്ല് തേക്കുകയാണ്. കുഞ്ഞാവേനെ ഞാനങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. കുഞ്ഞാവനെ ഞാൻ വാക്കറെ കയറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പണി നടക്കില്ല. പാവം അതിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. വാക്കറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി അങ്ങനെ നടന്നോളും കുറച്ചറിയാം. അവരെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ റെഡി ആയിട്ടോ. ഞാൻ പിന്നെ ഈ ഷോള് ഇട്ടത് ശരിയായില്ല, ഞാൻ നമ്മുടെ ഞൊറിഞ്ഞ് എടുത്ത് ഇടുക കേട്ടോ. അപ്പം ഞാനും കുഞ്ഞാവയും റെഡി, കുഞ്ഞാറ്റയും റെഡി. അപ്പോൾ ചേട്ടായി റെഡിയായി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് എഴുതണം എന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ണ് എഴുതാനുള്ള സൂത്രം കാണാതായി. ഞാൻ അവിടെയൊക്കെ നോക്കി, ഇവളുമാരെവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരിക്കും. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് ഈ സാധനമൊക്കെ തപ്പുള്ളൂ. എന്ത് സാധനം വെച്ചാലും കാണൂല കേട്ടോ. അത് കുഞ്ഞാറ്റ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വെച്ചാൽ അത് കണ്ടുപിടിച്ച് നശിപ്പിക്കുക എന്നത് അവൾക്കൊരു ഹോബി ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ചേട്ടായി ഇതേ റൂം പൂട്ടിക്കൊണ്ടിരിക്കുക. കുഞ്ഞാറ്റയ്ക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ടൈറ്റായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് അഴച്ചെടുത്ത കേട്ടോ. പിന്നെ ഞങ്ങളിതേ താഴോട്ട് പോവാട്ടോ. ഞങ്ങളുടെ റൂം മേളിലാണ്. അപ്പം താഴെ കടകളൊക്കെ കേട്ടോ. മേളിലാണ് ഞങ്ങളുടെ റൂം. അതിൻ്റെ മേളിൽ വേറെ റൂമുകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ആ ഒരു ലൈനിൽ മൂന്ന് റൂമുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ ഒരു അപ്പച്ചനും അമ്മയും, പിന്നെ ഒരെണ്ണത്തിലൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പോകാനായിട്ട്. ഇത് നമ്മളിപ്പം പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി. കുറച്ച് പോയാൽ മതി. രാവിലെ ചെറിയ മഴയൊക്കെ പെയ്തതിൻ്റെ വെള്ളമൊക്കെ കിടപ്പുണ്ട്. വലിയ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഇത് യാക്കോബിസിൻ്റെ പള്ളിയാട്ടോ, നമ്മുടെ പള്ളിയല്ല, യാക്കോബിസിൻ്റെ പള്ളിയാണ്. തൊട്ടിപ്പുറത്ത് ഇതാണ് നമ്മുടെ പള്ളി, ഓർത്തഡോക്സ് പള്ളി, പോയിടം പള്ളി. ഇത് കടമറ്റത്ത് കത്തനാരച്ചൻ താമസിച്ചിരുന്ന വീട് ഇരിക്കുന്നിടത്താണ് ഈ പള്ളി സ്ഥാപിച്ചേക്കുന്നത്. ഈ പള്ളി താഴെ കേട്ടോ. കടമറ്റം പള്ളി മേളിലാണ്. 2 പള്ളിയുണ്ട്, മേളിലും താഴെയായിട്ട്. ഞായറാഴ്ച ദിവസം ആദ്യത്തെ കുർബാന ഈ പള്ളിയിലും, രണ്ടാമത്തെ കുർബാന മേളത്തെ പള്ളിയിലും. അങ്ങനെയാട്ടോ. ഈ പള്ളിയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് ഇടുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അത് പള്ളിയുടെ ചുറ്റും നടന്നൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ കാണിച്ചു തരാനുണ്ട്. അത് പറ്റിയാൽ ഞാൻ ഇടാം കേട്ടോ. ഇടാൻ പാടില്ല എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നു കേട്ടോ. പള്ളിയുടെ അവിടെ ചെന്നപ്പം പള്ളിയുടെ അകവും എല്ലാം വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഇട്ടില്ല. അത് എനിക്കത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ല ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് അത് ഞാൻ ഇടാത്ത കേട്ടോ. അപ്പം നമ്മൾ പോയപ്പം പുട്ടിന് വേണ്ടിയിട്ട് തിരുമ്മി വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാം. ചായ വെച്ചിട്ട് ഞാൻ പിന്നെ അത് തേങ്ങ ചിരണ്ടും കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും നമുക്കിവിടെ ചായയും കൂടെ ആയിട്ടുണ്ട്. പിന്നെ പള്ളി കഴിഞ്ഞ് ഞങ്ങളിവിടെ കയറി വന്നിട്ട് ചേട്ടായും കുഞ്ഞാറ്റയും കൂടെ പോയി ഐസ്ക്രീം മേടിച്ചു കേട്ടോ. അത് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാനിവിടെ
അപ്പോൾ ദേ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇന്നലത്തെ ഇച്ചിരി കടലക്കറി ഇരുന്ന കേട്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന. അപ്പോൾ അതെടുത്ത് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു പുട്ടിന്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ഇന്നലെ വാങ്ങിച്ച ചിക്കനാട്ടോ, അത് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞാറ്റയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പം ചിക്കൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ വറുത്ത എണ്ണ കേട്ടോ, അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ എടുക്കും. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില, അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ. ഞാൻ ഇന്നലെ വറുത്ത അതിനകത്ത് തന്നെയാണ് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്ത കേട്ടോ. പിന്നെ ഞാൻ ചേട്ടായിക്ക് കഴിക്കാനായിട്ട് പുട്ടും ചായയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞാറ്റ ടി വിയിൽ നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഡാൻസ് ഒരു വീക്കെൻഡ്സ് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു, ഇതെൻ്റെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻസൊക്കെ തരണം. എന്നും ഓരോ ചെറിയ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ലോങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇവളുമാർ സമ്മതിക്കുന്നില്ല. കുഞ്ഞാവയും കൂടി ഇത് തന്നെ വായിട്ടേക്കണേ ബാൾട്രി. അപ്പോൾ കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഓടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിടായിരുന്നു. അപ്പം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.